1999 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചിത്രം 24 കിട്ടി. ചിത്രങ്ങളിൽ സ്വർണം പൂശിയത് വളരെ വ്യക്തമാണ്. സ്വർണം പൂശിയത് വിജയമല്യയ്ക്ക് വേണ്ടി പരിശോധിച്ച സെന്തിൽനാഥന്റെ പക്കലാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളുള്ളത്. ആ ചിത്രം ആദ്യം ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാം. ഇതാണ് ഇപ്പോൾ ഈ ചിത്രങ്ങളാണ്. വിജയമല്യാണ് ചിത്രത്തിൽ ഉള്ളത്. സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. റാഫി കരീം ടെലഫോണിൽ ചേരുന്നു. റാഫി, കൂടുതൽ വിവരങ്ങൾ. ഈ ചിത്രങ്ങൾ ഇപ്പോൾ സെന്തിൽനാഥൻ്റെ അടുത്താണ് ഉള്ളത്. 2 ശില്പങ്ങളിലായിട്ട് 5 കിലോഗ്രാമിൻ്റെ സ്വർണം പൂശിയെന്നാണല്ലോ വിവരം. ചിത്രങ്ങൾ അത് ഇപ്പോൾ സെന്തിൽനാഥിന്റെ പക്കലാണുള്ളത്. ഇദ്ദേഹമാണ് ആ സെന്തിൽനാഥ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് വിജയ് മല്യയ്ക്ക് വേണ്ടി അവരിൽ വിദഗ്ധ പരിശോധന നടത്തിയത്. താങ്കൾ എടുത്ത ചിത്രങ്ങളാണ് ആ സമയത്തുള്ളത് അല്ലേ? അതെ അതെ. ഈ പിക്ചേഴ്സ് ആ ടൈമിൽ ഞാൻ ഇത് വന്നിട്ട് റൂഫിലെ ലീക്ക് മാറ്റാൻ വേണ്ടി ഇങ്ങനെ സ്കഫോൾഡിങ് സെറ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അയച്ചു മാറ്റി വിടുന്നത്. അയച്ചു മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് ഒരു വുഡിൻ്റെ ഡാമേജ് ഉണ്ടായിരുന്നു. ആ ഡാമേജ് റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു ഇതേപോലെ ആ പൊസിഷനിൽ വെച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ലീക്ക് പ്രൂഫായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. എന്നിട്ട് കൊടുത്തൊരു സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇതേപോലെ ചോർച്ച വരാൻ സാധ്യതയും പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് വന്നേക്കണം. ഇതൊരു വശം. അത് കഴിഞ്ഞ് എൻ്റെ കുംഭാഭിഷേകത്തെ സമയത്താണ് ഡോക്ടർ വിജയമല്യ വരുന്നത്. അത് തിരുവോണം നക്ഷത്രത്തിൻ്റെ അന്നാണ്. തിരുവോണം ദിവസമാണ് പുള്ളി വരുന്നത്. ശബരിമലയിൽ 98 സെപ്റ്റംബറാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ കണ്ട് വളരെ സന്തോഷപ്പെട്ടതിന് പറഞ്ഞ് എൻ്റെ കെയർ ഓഫൊക്കെ ചോദിച്ചു, എൻ്റെ അനുഭവങ്ങൾ ചോദിച്ചു, എല്ലാം നമ്മൾ പറഞ്ഞു. പറഞ്ഞ ശേഷം പറഞ്ഞു എന്നെ കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഇതേപോലെ എനിക്ക് റിപ്പോർട്ട് പോലെ കമ്പനിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്ത് ഈ 30 കിലോസ് എങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ രവീന്ദ്രനാട് അങ്ങോട്ട് മരിച്ചുപോയി. ഇപ്പോൾ ചിത്രങ്ങളിലുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇതിലെ സ്വർണ്ണമാണല്ലോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതെ, ഈ ഫോട്ടോ ആണ് അതിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ എടുത്തത്. ഇത് റെക്കോർഡിക്കൽ പർപ്പസിന് UB ഗ്രൂപ്പിൻ്റെ റെക്കോർഡിക്കൽ പർപ്പസിന് വേണ്ടി ഞാൻ എടുത്ത ഫോട്ടോ ആണിത്. അതിൽ ഇൻക്ലൂഡിങ് ദ്വാരപാലകർ ഡോർ എല്ലാം അടക്കമുണ്ട്. പിന്നെ അത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ഡെഫിനറ്റായിട്ട്. പിന്നെ 100% 24 ക്യാരറ്റിലാണ്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അമാൽഗമേഷൻ പ്രോസസ്സ് 100% റൂൾഡ് ഔട്ടാണ്. വേറെ ഒരു സ്വർണവും വെച്ച് ചെയ്യാൻ പറ്റില്ല. സ്വർണം ചെയ്യാൻ ലോസാണത്. ഈ ദ്വാരപാലക ശില്പങ്ങളിൽ തൊട്ടാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും? ഉദാഹരണത്തിന് ഈ നിൽക്കുന്ന ഫോട്ടോ തന്നെ ഒരു അര വരയ്ക്കും ഒരു മനുഷ്യൻ്റെ തല വരാം തൊടാനുള്ള സാധ്യതകളുണ്ട്. ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ തല വരയ്ക്കും തൊടാൻ പറ്റുന്ന സാധ്യത. അല്ലെങ്കിൽ ഇവിടെ തൊടണമെങ്കിൽ ചാടി തൊടണം, അത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഗോൾഡ് അങ്ങനെ തന്നെ ഇൻടാക്റ്റ് ഉണ്ടല്ലോ മുകളിലത്തെ ഭാഗം, അതെവിടെയെന്നുള്ള ചോദ്യം എഗെയിൻ. അപ്പോൾ അവർ കിട്ടിയത് കംപ്ലീറ്റ് കോപ്പറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബോർഡ് കൊടുത്തു വിട്ട കോപ്പറാണോ അല്ല ഗോൾഡാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുക്കുന്നത്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് വളരെ സ്മാർട്ടായിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ പറഞ്ഞ കോപ്പർ ഷീറ്റാണ്, ഞാൻ എൻ്റെ മുകളിലാണ് പ്ലേറ്റ് ചെയ്ത് കൊടുത്തതെന്ന്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ ഉത്തരം പറയണം എൻ്റെ കയ്യിൽ തന്നത് കോപ്പറാണ് എന്ന്. അത്തരത്തിലൊരു ഗോൾഡ് വലിയ അളവിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥർക്കും അവിടെ എത്തുന്ന ആളുകൾക്കും മനസ്സിലാകില്ലേ? 100% ഷുവർ. അതായത് ഇത് മാറിയിട്ടുണ്ടെന്ന് ഇതെവിടെ പോയിന്ന് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അവർ ആ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. ഇപ്പോൾ ടി വിയിൽ കാണിക്കുന്നതാണ്. എടുത്തിട്ട് പോയ സമയത്ത് ആ ദ്വാരകാലർ മാത്രം ബ്ലാങ്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് കൊണ്ടുപോയ സമയത്ത്. അപ്പോൾ ഇത് കൊടുത്തുവിട്ട് എന്തിനാന്നുള്ള ചോദ്യം ആയിട്ട് വന്നത്. എൻ്റെ ഒരു അറിവാണ് ഞാൻ പറഞ്ഞത്, ഒരു നിഗമനം. ടോട്ടൽ അന്ന് എത്ര കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചത്? അത് ഏതൊക്കെ ഭാഗത്തേക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തത്? ഒരു 30.3 കിലോസ് യൂസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ റെക്കോർഡ്. എൻ്റെ ഓർമ്മ ശരിയാണ്. ഒരു 10 തൊട്ട് 12 കിലോ വരെ ടോപ്പ് റൂഫിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2 കിലോ അടുത്ത കലശങ്ങൾക്കെല്ലാം 2 തൊട്ട് 3 കിലോ വരും 3 കലശത്തിനും യൂസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതിനുശേഷം ദ്വാരപാലകർക്ക് ഒരു 5 കിലോസ്, പിന്നെ ഡോറ് നിലപ്പടിയെല്ലാം ഒരു 5 തൊട്ട് 6 കിലോ ആയിരിക്കും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചരിത്രങ്ങൾക്കെല്ലാം അങ്ങനെ എല്ലാം മൊത്തത്തിലാണ് 30.3 കൊടുത്തിരിക്കുന്നത്. താങ്കൾ അന്ന് ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് ദേവസ്വത്തിൻ്റെ പക്കലുണ്ടായിരുന്ന മറ്റ് രജിസ്റ്ററുകളും മറ്റ് പരിശോധിച്ചില്ല? എനിക്ക് അവരായിട്ട് ആക്ച്വലി ബന്ധമില്ല. മീൻസ് എന്നോട് പറയുന്ന UB ഗ്രൂപ്പ് ചെയർമാനാണ്, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. പക്ഷേ ഈ UB ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത റെക്കോർഡ് ഞാൻ നോക്കിയിട്ടുണ്ട്. മീൻസ് അവരിങ്ങനെ ഇത്ര കൊടുത്തു ഇത്ര മേടിച്ചു എന്നുള്ളത് അവർ ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് എന്നെ ദേവസ്വം ബോർഡിൽ അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയപ്പോഴും ഏകദേശം റഫായിട്ട് അവരിങ്ങനെ കാണിച്ചു തന്നു, ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്തേക്കുക. കാരണം നമുക്കത് റൈറ്റ്സ് ഇല്ല നോക്കാനായിട്ട്. 1999 രേഖകൾ അടക്കം പെർഫെക്റ്റ് ആയിരുന്നു ഈ സ്വർണ്ണപൂശലിന് ശേഷം? ഷുവർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. റിപ്പോർട്ടും ഉണ്ട്. 24 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് അമാൽഗമേറ്റ് പ്രോസസ് ചെയ്തൊക്കെ ഇത്രയും ഗോൾഡ് യൂസ് ചെയ്തിട്ടുമുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ തൊട്ട് പോയ സാധനം എത്രയാണ്,
ബാക്കി ഉണ്ടായത് എത്രയാന്നുള്ള ബോർഡ് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ബാധ്യസ്ഥതയാണത്. 2019 ആകുമ്പോൾ 20 വർഷം കൊണ്ട് ഇത്തരത്തിൽ തൊട്ടാൽ എത്ര സ്വർണം നഷ്ടപ്പെടും? മാക്സിമം അതിൻ്റെ അകത്ത് ഈ തൊടുന്ന പോർഷനെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 200 to 200, 400 ഗ്രാംസ് പോവാം. അപ്പോൾ അവർ വെച്ച് കണക്ക് നോക്കുമ്പോഴേക്ക് 400 ഗ്രാം പൂശിയതായിരിക്കാം ചിലപ്പോൾ. ആ പോർഷൻ മാത്രം പൂശി കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ പോസിബിൾ അല്ല. എന്നാലും ഒരു നിഗമനത്തിൽ പറയുകയാണ് ഞാൻ. അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഏജൻസി, താങ്കൾ ഈ മേഖലയിൽ നിരവധി വർഷങ്ങളായുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അവർക്ക് ഇത്ര വലിയ വർക്കുകളൊക്കെ ചെയ്യാനുള്ള കെൽപ്പുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസിയാണ്? ഗോൾഡ് പ്ലേറ്റിംഗ് വന്നിട്ട് അവർക്ക് ചെയ്യാം. എനിബഡി ക്യാൻ ഡു. അത് എനോർമസ് ആൾക്കാരുണ്ട്. പക്ഷേ അമാൽഗമേഷൻ പ്രോസസ്സിനുള്ള അനുഭവം അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ നേരിട്ട് തന്നെ ചോദിക്കണം. ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ്സ് എനിബഡി ക്യാൻ ഡു. ഇപ്പോൾ പാർക്കാട്ട് ചെയ്യുന്നുണ്ട്, 1 ഗ്രാം ചെയ്യുന്നുണ്ട്, വേറെ കുറേ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഗോൾഡ് പ്ലേറ്റിംഗ് കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഒരു 1000 കട കാണാം ഗോൾഡ് ജ്വല്ലറീസ്. ഇന്നിപ്പോൾ ഇത്രയും കോസ്റ്റ് ആയതുകൊണ്ട് സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഒറിജിനൽ ഗോൾഡ് വില കൊടുക്കണത്. 6 മാസം കഴിയുമ്പോൾ അത് വലിച്ചെറിയും. ദാറ്റ് പ്രോസസ്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്. തിരുപ്പതിയിൽ ഇതേപോലെ 2003 എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മദ്രാസിൽ നിന്നൊരു പാർട്ടി മുകളിൽ ചെയ്യാനായിട്ട് ചെയ്തു കൊടുത്തു. അപ്പോഴത്തെ ചെയർമാൻ പറഞ്ഞു, നോ, ഇത് തിരുപ്പതി പോകാൻ സമ്മതിക്കില്ല, ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്, ഇത് കൊണ്ടുപോകണം, ഞാനിവിടെ സമ്മതിക്കില്ല പറഞ്ഞാൽ അഴിച്ചു മാറ്റി ചരിത്രമുണ്ട് അവിടെ. എന്നിട്ട് അമാൽഗമേഷൻ പ്രോസസ്സാണ് ചെയ്തേക്കണം. അന്ന് 4 ലക്ഷം ഉള്ളൂ കിലോ. ഇന്നിപ്പോൾ 1 കോടി രൂപയാണ്. തീർച്ചയായും ഇദ്ദേഹമാണ് ആ ചിത്രങ്ങളിൽ നിൽക്കുന്നത്. ആ ചിത്രങ്ങൾ എടുത്തതും അദ്ദേഹമാണ്. അത് UB ഗ്രൂപ്പിന് വേണ്ടിയാണ് ചെയ്തത്. ഈ മേഖലയിൽ നിരവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു അമാൽഗമേഷൻ വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ പ്രോസസ്സ്, ഈ അമാൽഗമേഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ ശില്പങ്ങളിൽ നിന്ന് ഈ സ്വർണം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത, അത് ഇത്ര വർഷം കൊണ്ട് പരമാവധി നഷ്ടപ്പെട്ടു പോവുക 16%. അതായത് 5 കിലോ സ്വർണം ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് 16% 20 വർഷക്കാലം കൊണ്ട് പരമാവധി നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെയെങ്കിൽ അത് ഒരു 1/2 കിലോയോളം സ്വർണത്തിന് താഴെ മാത്രമേ അളവിൽ വരൂ എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി സ്വർണം എവിടെ പോയി എന്നൊരു ചോദ്യമാണ് അദ്ദേഹവും ഉന്നയിക്കുന്നത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. റാഫിയോടൊപ്പം സംസാരിച്ചത് ഈ രംഗത്തെ വിദഗ്ധൻ സെന്തിൽ നാഥനാണ്. എന്തായാലും ഇതിനകത്തൊരു അടിച്ചുമാറ്റം നടന്നു എന്ന് ഏതാണ്ട് ഉറപ്പായി വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.